അധ്വാനിച്ചാൽ എന്തും നേടാം എന്നുള്ള അമ്മയുടെ വീക്ഷണത്തിന് ഒരു റിസൾട്ട് ഉണ്ടായതുപോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അക്കാലത്തുണ്ടായ മാറ്റം. കുമാരൻ ചേട്ടൻ വിളിച്ചു തരുന്ന പശള കീറി മൂടിയ ഇറച്ചി കഷ്ണങ്ങൾക്കായി ഞങ്ങളാരും കാത്തിരുന്നില്ല. എല്ലാ ഞായറാഴ്ചയും ഇറച്ചി കൂട്ടിയുള്ള ഭക്ഷണം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായ ഒന്നായി മാറിയിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്നെങ്കിലും, ഭക്ഷണത്തിൻ്റെ കുറവില്ലെങ്കിലും, കിടക്കാൻ ഭേദപ്പെട്ട ഒരു വീടുണ്ടായെങ്കിലും, കൊട്ടാരമൊന്നുമല്ലെങ്കിലും ഓടുമേഞ്ഞൊരു വീടുണ്ടായെങ്കിലും, എന്നിലെ പെരുമാറ്റ ദൂഷ്യവും വഷളത്തരങ്ങളും അമ്മയ്ക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. അമ്മയോടൊപ്പം പണിക്ക് പോകുമ്പോൾ പോലും പണിസ്ഥലത്ത് കിടന്നും ഞാൻ പലപ്പോഴും ബഹളങ്ങളുണ്ടാക്കി. സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് ആയിരുന്നിട്ട് പോലും അതിനെ ഗൗരവത്തോടെ എടുക്കാതെ എൻ്റെ വഴക്കും പ്രശ്നങ്ങളും സ്കൂളിൽ നിന്നുള്ള എൻ്റെ നിരന്തരമായിട്ടുള്ള ആബ്സെൻസും കൂടിക്കൂടി വന്നു. ഒരു ദിവസം വൈകുന്നേരം കുഞ്ഞമ്മാവൻ വീട്ടിൽ വന്നു. കുഞ്ഞമ്മാവൻ അതിനോടകം കല്യാണം കഴിച്ചിരുന്നു. കുടുംബത്തിലെ കാർന്നവരായിരുന്ന കൊച്ചമ്മാവൻ അതിനോടകം 3 പെൺകുട്ടികളുടെയും കാര്യങ്ങൾ ഉത്തരവാദിത്തോടു കൂടി നടത്തി അവരുടെ വീതമൊക്കെ സ്വന്തമാക്കിയിരുന്നു. കുഞ്ഞമ്മാവൻ്റെ കല്യാണം നടക്കുന്നതിന് 1 വർഷം മുമ്പ് കമ്മൽ കിട്ടാത്തതിനാൽ ദൈവവിളി സ്വീകരിച്ചു പോയ കുഞ്ഞാൻ്റിയുടെ കൂടെ പഠിച്ച മുക്കുടങ്കാരിയായ ആളെ കൊച്ചമ്മാവൻ വിവാഹം കഴിച്ചിരുന്നു. പണത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും ആഭരണങ്ങളുടെയും കണക്കുകൾ നിരത്തി പാവപ്പെട്ട വീട്ടിലെ ആ സ്ത്രീയുടെ കല്യാണം, ഒത്തുകല്യാണം കഴിഞ്ഞു പോലും ഒഴിവാകാൻ കൊച്ചമ്മാവൻ ഒരു പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും അമ്മയുടെ ശാസന സ്വീകരിച്ച് കല്യാണം നടത്തുകയായിരുന്നു. കൊച്ചമ്മാവൻ്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും ഒരു കുട്ടിയുണ്ടായി. അതിനെ തുടർന്ന് വന്ന മാസങ്ങളിലാണ് കുഞ്ഞമ്മാവൻ്റെ കല്യാണം. കുഞ്ഞമ്മാവൻ്റെ ഭാര്യ കോട്ടയംകാരിയാണ്. കിഴക്കൻ മലയോരത്തേക്ക് കുഞ്ഞമ്മായിയുടെ കുടുംബക്കാർക്ക് യാത്ര ചെയ്യാനുള്ള താല്പര്യക്കുറവാണോ എന്നറിയില്ല, അതോ കല്യാണത്തിന് ചെലവ് കൂടുമെന്ന് കുഞ്ഞമ്മാവൻ കരുതിയുകൊണ്ടോ ആണെന്നറിയില്ല. അവരുടെ കല്യാണവും ഒത്തുകല്യാണവും ഒക്കെ നടന്നത് കോട്ടയത്തെ കുഞ്ഞമ്മായിയുടെ വീട്ടിൽ വെച്ചാണ്. ജീപ്പിൽ കയറി അവരോടൊപ്പം പോകുമ്പോൾ കുഞ്ഞമ്മാവൻ അന്ന് കാലങ്ങൾ കൂടി എനിക്ക് ഒരു ചെരുപ്പ് വാങ്ങി തന്നിരുന്നു. 84 ആദ്യ കുർബാന സ്വീകരിക്കുന്ന കാലത്താണ് ആദ്യമായി ചെരുപ്പ് കിട്ടിയത്. അത് അന്ന് പകൽ മാത്രം ഇട്ടിട്ട് വൈകിട്ട് പള്ളിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ മറന്ന് പള്ളിയിലിട്ട് പോയത് കാരണം തിരിച്ചു വന്നപ്പോൾ ആരോ സ്വന്തമാക്കിയതിനാലും പിന്നീട് അങ്ങോട്ട് ചെരുപ്പില്ലാത്ത കുറേ വർഷങ്ങളായിരുന്നു. കുഞ്ഞമ്മാവൻ്റെ കല്യാണത്തിന് കിട്ടിയ ചെരുപ്പും അന്ന് മടങ്ങിപ്പോരുമ്പോൾ കുഞ്ഞമ്മായിയുടെ വീട്ടിലിട്ടെങ്കിലും പിന്നീട് അവർ തിരിച്ച് കോട്ടയത്ത് പോയപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നതിനാൽ മറ്റാരും അത് അടിച്ചുകൊണ്ട് പോയില്ല. വഴക്ക് ഞാൻ അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഈ ഭ്രമണം അല്ലെങ്കിൽ ഭ്രമണപഥം തെറ്റിയുള്ള എൻ്റെ ആ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായതുകൊണ്ടായിരിക്കണം അല്പം ഭയപ്പെടുത്താൻ പറ്റിയ കുഞ്ഞമ്മാവനെ വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചു വരുത്തിയത്. കുഞ്ഞമ്മാവനും കുഞ്ഞമ്മായും കൂടിയാണ് അന്ന് വന്നത്. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കകം തന്നെ തറവാട്ട് വീട്ടിൽ നിന്ന് കുഞ്ഞമ്മാവനും കുഞ്ഞമ്മായും മാറി താമസിച്ചിരുന്നു. കൊച്ചമ്മാവൻ്റെ ഭാര്യ 2ാമതും ഗർഭിണിയായതിനാലും അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളാലും കുഞ്ഞമ്മാവന് വേറെ വരുമാനമൊന്നുമില്ലാത്തതിനാൽ പുതിയതായി വന്ന പെണ്ണിനും കുഞ്ഞമ്മാവനും വരുമാനമൊന്നുമില്ലാതെ ചെലവിന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായതിനാലും കൊച്ചമ്മാവൻ തൻ്റെ കരുക്കൾ നീക്കി അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കുഞ്ഞമ്മാവന് ലഭിച്ച കുടുംബവിഹിതത്തിൽ കുഞ്ഞമ്മായിയുടെ കുറേ സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും ഒരു ചെറിയ കൂരയുണ്ടാക്കി അവരങ്ങോട്ട് മാറി. കുടുംബത്തിൽ ബഹളമുണ്ടാകാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന അമ്മയുടെ ഉപദേശം കൂടി അവർ അന്ന് സ്വീകരിച്ചിരുന്നിരിക്കണം. എന്തായാലും എന്നെ മര്യാദ പഠിപ്പിക്കാനായി ഒരു വൈകുന്നേരം കുഞ്ഞമ്മാവനെത്തി. ജെസ്സി പഴയ സന്തോഷവുമൊക്കെ നഷ്ടപ്പെട്ട് നിർത്താതെ തൻ്റെ ഉഷ മെഷീൻ ചവിട്ടിക്കൊണ്ടിരുന്നു. പകൽ മുഴുവൻ അമ്മയുടെ കൂടെ പണിയെടുത്തിട്ട് വീട്ടിൽ മടങ്ങിയെത്തുന്ന ലാലി ആ തിണ്ണയിലിരുന്ന് കണ്ണാടിപ്പാറയിലേക്ക് ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കും. ഒന്നും സംസാരിക്കാറില്ല. ഇതൊന്നും അറിയാതെ അപ്പൻ എന്തെങ്കിലും തിരിച്ചു വരണേയെന്ന് നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അനുജത്തി ബിന്ദു, അവൾക്കും തന്തയില്ലാത്തവൾ എന്നുള്ള പേര് കൂട്ടുകാരികളിൽ നിന്നും കിട്ടുന്നുകൊണ്ടാണോ എന്നറിയില്ല, നൊവേനയും യൗസേപ്പിതാവിനോടുള്ള മുട്ടിപ്പായുള്ള പ്രാർത്ഥനയും അപ്പൻ്റെ തിരിച്ചുവരവിനെ കരുതി തുടർന്നുകൊണ്ടേയിരുന്നു. മുറ്റത്ത് നിന്ന് കാപ്പിയിൽ നിന്ന് നല്ല വണ്ണമുള്ള ഒരു കമ്പൊടിച്ച് എന്നെ തല്ലാനായി മുമ്പോട്ടാഞ്ഞ
കുഞ്ഞമ്മാവനെ ഞാൻ നിർത്തി. തൊട്ടുപോകരുതെന്നെ. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലർന്നത് കണ്ട് അമ്മയും കുഞ്ഞമ്മായിയും എന്തിന് കുഞ്ഞമ്മാവൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം എന്നെ അടിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മായി വന്നിട്ട് പറഞ്ഞു, ചേച്ചി, ഞാൻ ഇവനെ കൊണ്ടുപോയി എൻ്റെ മകനെപ്പോലെ നോക്കിക്കൊള്ളാം. അവൻ എൻ്റെ അടുത്തുനിന്ന് പഠിച്ച് പാസ്സായിക്കോളും. ഇനി പള്ളിക്കൂടത്തിലൊന്നും പോകാതിരിക്കില്ല എന്ന്. ഞാൻ ഒരുത്തരുടെയും കൂടെ വരുന്നില്ല. നിങ്ങളുടെ ഒന്നും വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം ഇത്രയും കാലവും നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളൊന്നും ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് അവരെ അവഹേളിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഞാൻ കലിതുള്ളി. അന്ന് രാത്രി അവർ മടങ്ങിപ്പോയി. തൊട്ടടുത്ത ദിവസം എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് രോഗാവസ്ഥകളിൽ നടിച്ച് ഞാൻ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്തിറങ്ങി. വഴിയിലെവിടെയോ വെച്ച് അമ്മ കുഞ്ഞമ്മാവിനെ വിളിച്ചു വരുത്തി എന്നെ പിടികൂടി. അന്ന് കുറേ നേരം സംസാരിച്ചിരുന്ന് കുഞ്ഞമ്മാവൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പൂതാളിയിലെ അദ്ദേഹത്തിൻ്റെ കൊച്ചു വീട്ടിലേക്ക് പോകാൻ എന്നെ ഏറെക്കുറെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഒരു സഞ്ചിയിൽ എൻ്റെ പുസ്തകങ്ങളും ഉള്ള തുണികളുമൊക്കെ വാരിക്കെട്ടി അത് ചുമന്ന് ഒരു വൈകുന്നേരമാണ് കുഞ്ഞമ്മാവൻ്റെ കൂട്ടത്തിൽ പാറത്തോട്ടിൽ നിന്ന് ഞാൻ പൂതാളിക്കുന്ന് കയറിയത്. കുഞ്ഞമ്മായി എന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഒരു കുഞ്ഞു പോലുമില്ലായിരുന്ന ആ ചെറുപ്പക്കാരി സ്ത്രീക്ക് എങ്ങനെയാണ് 15 വയസ്സുള്ള ഒരു ചെറുക്കനെ ഒരു മകനുതകുന്ന സ്നേഹം നൽകി പരിരക്ഷിക്കാനും കരുതാനും സാധിച്ചതെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ അവരുടെ പറമ്പിൽ കുറേ റബ്ബറുണ്ട്. അത് വെട്ടാനായി 5 മണിക്ക് കുഞ്ഞമ്മാവൻ എഴുന്നേൽക്കും. കുഞ്ഞമ്മായി ബാബുമോനെ എന്ന് വിളിച്ച് എന്നെ അപ്പോൾ തന്നെ ഉയർത്തും. മംഗളം, സുനന്ദ, സഖി, ജനനി ഒക്കെ പുസ്തകത്തിനടുത്ത് അകത്ത് വെച്ച് വായിച്ച് ആസ്വദിക്കുന്നത് പഠിക്കാനുള്ള വിഷയങ്ങളല്ല എന്നും കുഞ്ഞമ്മായി അറിഞ്ഞിരുന്നില്ല. അക്കാലത്താണ് എഴുതാനുള്ള ഒരാഗ്രഹം എന്നിൽ മുട്ടിട്ടത്. പള്ളിക്കൂടത്തിൽ VD രാജപ്പനെ അനുകരിച്ച് സ്വന്തമായൊരു കഥാപ്രസംഗം എഴുതി ഒരു കണ്ടൻ പൂച്ചയുടെയും കാളിപ്പൂച്ചയുടെയും പ്രസംഗം യുവജനോത്സവത്തിൽ മത്സരത്തിന് അവതരിപ്പിച്ച് 6 മിനിറ്റായപ്പോൾ ഏറെ അറിയപ്പെടുന്ന ഒളിമ്പ്യന്മാരെ സൃഷ്ടിച്ച തൻ്റെ ആദ്യ പോസ്റ്റിൽ സ്കൂളിലെത്തിയ രാജു പോൾ സാർ എനിക്ക് ധാർമ്മികതയൊന്നുമില്ലെന്നും ഇത്തരം വർത്തമാനങ്ങൾ പള്ളിക്കൂടത്തിൽ പറയാൻ പറ്റില്ലെന്നും പറഞ്ഞ് എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കിവിട്ടു, സ്റ്റേജിൽ നിന്ന്. അതിനുശേഷം പിന്നെ സ്റ്റേജിൽ കയറുന്ന പരിപാടിയൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. എന്താണെങ്കിലും ചക്കിയുടെയും കണ്ടൻ്റെയും പ്രണയം സിനിമാ പാട്ടിൻ്റെ പാരഡികൾ ചേർത്ത് പാടുമ്പോൾ എന്തുകൊണ്ടാണ് ധാർമ്മികതയോ ഒക്കെ ഇല്ലാതെയാക്കുന്നത് എന്ന് അന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് ഇന്ന് മനസ്സിലായിട്ടില്ല. തുടർന്ന് കുഞ്ഞമ്മാവൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് ഞാൻ കഥയും കവിതയും ഒക്കെ എഴുതാൻ സ്കൂളിൽ മത്സരിച്ചിരുന്നു. അന്ന് 1990 മാർച്ച് മാസത്തിലാണ് എൻ്റെ SLC പരീക്ഷ. അത് തുടങ്ങുന്നതിന് മുമ്പുള്ള 3 മാസക്കാലം കൊണ്ട് 2 നോവലുകൾ എഴുതി ആലിപ്പഴത്തെയും യോസി വാഗമറ്റത്തിൻ്റെ കണ്ണീരാറ്റിലെ തോണിയെയും ഒക്കെ അനുകരിച്ചു കൊണ്ടെഴുതിയ ആ നോവലുകളുമായി പിന്നീട് ഞാൻ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. പരീക്ഷ എഴുതി തീർന്നതിൻ്റെ പിറ്റേ ദിവസം, അതൊരു ബുധനാഴ്ചയാണ് എൻ്റെ SLC പരീക്ഷ തീരുന്നത്. പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ അടുക്കലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് ഞാൻ കുഞ്ഞമ്മാവൻ്റെ വീട്ടിൽ നിന്ന് വെളുപ്പിന് തന്നെ ഇറങ്ങി. കുഞ്ഞമ്മായി മല്ലിട്ടിൽ ഇട്ട് സൂക്ഷിച്ചിരുന്ന അയൽപക്കങ്ങളിൽ കൊടുത്ത പാലിൻ്റെ പണം കുറേ വാരിയെടുത്ത് ആരുമറിയാതെ ഞാൻ എൻ്റെ ബാഗിൽ ഒളിപ്പിച്ചിരുന്നു. ആ ക്രിസ്മസിന് കുഞ്ഞമ്മായി വാങ്ങിത്തന്ന ഒരു ജോഡി ഡ്രസ്സും അതുകൂടാതെ 1-2 തുണിക്കഷ്ണങ്ങളും എടുത്താണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. തലയാഴ്ച റബ്ബർ വിട്ട് കിട്ടിയ പൈസയും സൊസൈറ്റിയിൽ പാല് കൊടുത്ത് കിട്ടിയ പൈസയുമൊക്കെ കുഞ്ഞമ്മാവൻ സൂക്ഷിച്ചിരുന്നത് എവിടെയാണെന്ന് അറിയാമായിരുന്നു. അതുകൂടി കട്ടെടുത്താണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പാറത്തോട്ടിലെത്തിയിട്ട് കണ്ട ബസ്സിൽ കയറി ഞാൻ അടിമാലിയിൽ ഇറങ്ങി. വീട്ടിലേക്ക് പോകാനൊന്നും എനിക്ക് പ്ലാനില്ലായിരുന്നു. എൻ്റെ ബാഗിലെ തുണികൾക്കിടയിൽ ഞാൻ അപ്പോഴും എഴുതി തീർത്ത 2 നോവലുകളും കരുതിയിരുന്നു. നോവലുകൾ കൊണ്ടുപോയി മംഗളത്തിൽ കൊടുത്ത് കുറേ കാശുമായി തിരിച്ചു വരാം എന്ന സ്വപ്നത്തിലാണ് അന്ന് ആ 16 വയസ്സാകുന്നതിനും 1 മാസം മുമ്പ് അല്ലെങ്കിൽ ഏതാനും ആഴ്ച മുമ്പ് ഞാൻ നാട് വിട്ടു പോകുന്നത്. അടിമാലിയിലെത്തിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തിനുള്ളൊരു KSRTC ബസ് മൂന്നാറിൽ നിന്ന് വന്ന്
നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അതിൽ കയറി ഇടതുവശം ചേർന്ന് ഒരു ഇരട്ട സീറ്റിലാണ് ഇരിക്കുന്നത്. വലതുവശം ചേർന്ന്. ആ വലതുവശം ചേർന്നിരിക്കുമ്പോൾ ഒത്തിരി സീറ്റുകൾ കാലിയായിരുന്നു. എന്താണെങ്കിലും ഒരാൾ വന്ന്, ഒരു 40 വയസ്സിലേറെ പ്രായമുള്ള ഒരു മനുഷ്യൻ വന്ന്, വേറെ കാലി സീറ്റുകൾ ഒത്തിരി ഉണ്ടായിട്ടും എൻ്റെ അടുത്ത് വന്ന് വളരെ പുഞ്ചിരിയോടുകൂടി വന്നിരുന്നു. എന്നെ നോക്കി ഒരു കാരണമില്ലാതെ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അതിൽ അപാകതയൊന്നും ഞാൻ കണ്ടതുമില്ല. 15-16 വയസ്സാകുന്നുവെങ്കിലും കുട്ടിയല്ലേ, ഒന്ന് പുഞ്ചിരിക്കുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. എന്താണെങ്കിലും വാളറയും കടന്ന് നേരിമംഗലം കാട്ടിലൂടെ വണ്ടി ഓടുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂർ ആണ് താമസമെന്നും അവിടെ അദ്ദേഹത്തിന് കുറേ ഫാക്ടറികളോ കമ്പനികളോ ഒക്കെ ഉണ്ടെന്നും ബാംഗ്ലൂർ വലിയ പട്ടണമാണെന്നും ഒക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹത്തോടുള്ള ഒരു അഡ്മിറേഷനിലാണ് ഞാനപ്പോൾ നിന്നത്. അപ്പോൾ ഞാൻ എന്തിനു പോകുന്നു, എവിടെ പോകുന്നുവെന്നും ഒളിച്ചോടി പോകുന്നതാണെന്നും എൻ്റെ കയ്യിൽ 2 നോവലുണ്ടെന്നും അത് പിറ്റേ ദിവസം രാവിലെ തന്നെ, അന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ ഈ മംഗളത്തിൻ്റെ ആഫീസിൽ പോയി കൊടുക്കണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, മംഗളത്തിൽ പിറ്റേ ദിവസം പോകാം, ഇന്ന് അദ്ദേഹം മൂവാറ്റുപുഴ ഇറങ്ങുക, കോതമംഗലം കഴിയുമ്പോഴാണ് പറയുന്നത്, താൻ വന്നാൽ നമുക്ക് അവിടുത്തെ ഒരു ജോലിയെക്കുറിച്ചൊക്കെ സംസാരിക്കാം, എന്നിട്ട് താൻ രാവിലെ പോയി അവിടെ തൻ്റെ നോവലൊക്കെ കൊടുത്തിട്ട് ബാംഗ്ലൂർക്ക് വന്നാൽ മതി, അവിടെ ജോലിയിൽ പ്രവേശിക്കാമെന്നൊക്കെ പറഞ്ഞു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പൊട്ടബുദ്ധിയായ ആ കാടൻ ചെക്കൻ അതൊക്കെ അങ്ങ് വിശ്വസിച്ചു. കച്ചേരിത്താഴത്താണ് വണ്ടി നിർത്തിയത്. ആ പേര് ഞാൻ പുസ്തകം എഴുതുന്ന കാലത്ത്, കമ്പളികണ്ടത്തെ കൽഭരണികൾ എഴുതുന്ന കാലത്ത് കച്ചേരിത്താഴം എന്ന പേര് ഓർത്തിരുന്നില്ല. ഇപ്പോൾ അതിങ്ങ് വന്നതാണ്. കോട്ടയത്തിന് പോകുന്ന ഇടതുവശം ചേർന്ന് മൂവാറ്റുപുഴ പാലം കടന്ന് വണ്ടി നിർത്തി. ആ പാലത്തോട് ചേർന്ന് നേരെ എതിർവശത്ത് ഒരു താഴത്തെ നിലയിൽ ഒരു റെസ്റ്റോറൻറ്റും ഒരു ചായക്കടയും മുകളിൽ ലോഡ്ജ് മുറികളുമാണ്. അദ്ദേഹം എന്നോട് പിറ്റേന്ന് എന്നെ കാത്തിരിക്കുന്ന ബാംഗ്ലൂരിലെ വലിയ ജോലിയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ശമ്പളവും കിട്ടും, ആ കൂട്ടത്തിൽ പിന്നീട് കാറുമൊക്കെയാകും, വീടിനെയൊക്കെ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കോട്ടയത്തിന് ടിക്കറ്റ് എടുത്തത് ആയിരുന്നെങ്കിലും അവിടെ അങ്ങിറങ്ങി. റോഡ് മുറിച്ച് കടന്ന് മറുവശത്തുള്ള ആ ചായക്കടയിൽ കയറി ഒരു പെരുന്നാളിനെന്ന പോലെ ഉള്ള ഭക്ഷണവും കഴിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മുകളിൽ അദ്ദേഹം അപ്പോൾ തരപ്പെടുത്തിയ ഒരു മുറിയിലേക്ക് ഞാൻ പോയി. ആ മുറിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു, മോൻ പോയി കുളിച്ച് ഫ്രഷായി വരാൻ. ഞാൻ അകത്ത് പോയി കുളിച്ച് ഫ്രഷായി തോർത്തൊക്കെ കൊടുത്ത് പുറത്തു വന്നു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ പിറകിലേക്ക് വന്നിട്ട് എൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി മോൻ തുണിയൊന്നും മാറണ്ട, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അയാൾ ആ ബാത്റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയായി. ഞാൻ എന്താണേലും കുഞ്ഞമ്മായി ആ ക്രിസ്മസിന് എനിക്ക് മേടിച്ച് തന്ന ഈ ഒരു മുണ്ടും ഷർട്ടും എനിക്കുണ്ട്. അതെടുത്തിട്ടിട്ട് എന്ത് ചെയ്യും എന്നിങ്ങനെ നോക്കി പോകാനുള്ളൊരു തത്രപ്പാടിൽ നിൽക്കുമ്പോഴേക്കുമാണ് ഈ മനുഷ്യൻ ഒരു തോർത്തൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ എന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചെൻ്റെ ഈ പുറകിലും മുതുകിലും ഒക്കെ ഉമ്മ വെക്കാൻ തുടങ്ങി. ഈ പഴകിയ മീനിൻ്റെ ഒരു ഉളുമ്പ് പോലത്തെ ഒരു അവസ്ഥ അതിലേക്ക് പെട്ടതുപോലെ ഒരു തോന്നലാണ് നമുക്ക്. അപ്പോൾ തന്നെ നമുക്കറിയാം അയാളുടെ തോർത്തൊന്നും അപ്പോൾ അയാൾക്കപ്പോൾ ഇല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ആ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാലം മുഴുവൻ കുഞ്ഞമ്മായുടെ അടുത്തെത്തുന്നത് വരെയും നവംബർ അവസാനമാണ് കുഞ്ഞമ്മായുടെ അടുത്തേക്ക് ഞാൻ പോകുന്നത്. ആ കാലം വരെയും എന്നിലുണ്ടായിരുന്ന അധമമായ ആ ഭ്രാന്ത് എന്നിലേക്ക് പെട്ടെന്ന് തിരിച്ചു വന്നു. ആ ഭ്രാന്തിൻ്റെ ശക്തിയിൽ ഞാൻ അയാൾക്കിട്ടൊരു ഉന്ത് കൊടുത്തിട്ട് വാതിൽ തുറന്നൊരൊറ്റ ഓട്ടമായിരുന്നു. കച്ചേരിത്താഴത്തു നിന്ന് ഓടി ഞാൻ KSRTC ബസ് സ്റ്റാൻഡ് മൂവാറ്റുപുഴ എത്തുമ്പം എവിടെ നിന്നോ വന്ന ഒരു വണ്ടി കോട്ടയം ഡയറക്ഷനിലേക്ക് പോകാനായിട്ട് കിടക്കുകയാണ്. പോകേണ്ട സമയം അതിക്രമിച്ചതുപോലെ ഓടി വന്ന് കയറിയ മറ്റൊരു യാത്രക്കാരനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് അയാൾ വാതിൽ കൊട്ടിയടയ്ക്കാൻ നോക്കി. ഞാനും അതിലേക്ക് ഓടിക്കയറിയിട്ട് എനിക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അതിങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സീറ്റിലിരുന്ന ആൾ പറഞ്ഞു അയാൾക്ക് ഡയറക്ഷൻ മാറിപ്പോയി, അതുകൊണ്ട് വണ്ടി നിർത്തണമെന്ന്. അന്നേരത്തിനും ഓൾറെഡി മീൻകുന്നം എത്തി. മീൻകുന്നം എന്ന് പറയുന്നത് അവിടെ തിരിച്ചറിയുന്നത് അവിടെ ഒരു വലതുവശത്തൊരു പള്ളിയുണ്ട്.
ഒരു വളവ് കഴിഞ്ഞ് കയറി വരുമ്പോഴേക്കും ആ പള്ളി ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ്. ആ കുന്നിൻ്റെ താഴെയായി കർത്താവ് ഈശോ മിശിഹായെ മടിയിൽ കിടത്തിക്കൊണ്ട് ഒരു കന്യാമറിയത്തിൻ്റെ ഒരു വലിയ രൂപമുണ്ട്, ഒരു പിയത്ത. അത് ഉള്ള സ്ഥലത്താണ് ആ വണ്ടി എന്ന് നിർത്തിയത്. അതിൽ നിന്ന് വഴിമാറിപ്പോയ അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയ, ഡയറക്ഷൻ തെറ്റിപ്പോയ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അദ്ദേഹം ഇരുന്നിടത്ത് കയറിയിരുന്നു. ബാഗിനകത്തുള്ള നോവലും അതോടൊപ്പം തന്നെ അഷ്റഫ് എന്ന് പറഞ്ഞ എന്നെ കയറി പിടിച്ച ആ വൃത്തികെട്ട മനുഷ്യൻ്റെ രൂപവും മണവും ഗന്ധവും ഉളുമ്പും എല്ലാം ഈ കണ്ണടച്ചിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങ് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ ഒരു മഴയായിരുന്നു. ഷട്ടറൊക്കെ താത്തി. പിന്നീട് എപ്പോഴോ ഇത് പൊക്കുമ്പോഴേക്കും വണ്ടി നിർത്തിയിരിക്കുന്നത് കുറവലങ്ങാട് ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു കുരിശു പള്ളി അന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ആ കുരിശിൻ്റെ ചോട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. എതിർവശത്ത് ഇടതുവശത്ത് അങ്ങേയറ്റത്ത് കുറവലങ്ങാട് പള്ളിയും ഒക്കെ നമുക്ക് കാണാൻ നേരം. അത് കഴിഞ്ഞ് വണ്ടി വീണ്ടും ഓട്ടം തുടർന്നു. കോട്ടയത്തെത്തുമ്പോഴേക്കും രാത്രിയായി. അപ്പോൾ ഈ മംഗളം ഓഫീസ് എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. രാത്രിയായിട്ട് ഞാൻ അവിടെ നിന്ന് നടന്ന്, കോട്ടയത്ത് നിന്ന് നടന്ന് ഈ ചൂട്ടുവേലി ഭാഗത്തെത്തി തിരൂർ ഹൃദയക്കുന്ന് എത്തുന്നതിന് മുമ്പ് മംഗളത്തിൻ്റെ ഓഫീസ് വരെ വന്ന്, അപ്പോൾ ഒരു സെക്യൂരിറ്റി എന്നിങ്ങനെ കണ്ണുരുട്ടി കാണിച്ചു. എല്ലാവരും അടച്ചു പോയിരിക്കുന്ന സമയമല്ലേ, രാത്രിയാണ്. ഞാൻ തിരിച്ച് മടങ്ങി. വീണ്ടും തിരിച്ച് ബേക്കർ ജംഗ്ഷൻ വഴി ശാസ്ത്രി റോഡ് തിരിഞ്ഞു പോകുന്നിടത്ത് അന്നേരം ഒരു തട്ടുകടയുണ്ട്. അവിടെ കയറി വിശപ്പിന് എന്തെങ്കിലും കഴിക്കാമെന്നോർത്ത് കയറിയതാണ്. ഒരു കാപ്പിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു പോലീസുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അയാളുടെ കയ്യിലൊരു ലാത്തിയുണ്ട്. അത് അയാളിങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കുക. ഞാൻ ഇനി ഒളിച്ചോടി പോകുന്ന ആ നോർക്കുവോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കാപ്പിക്കുള്ള പൈസയും കൊടുത്ത് ഞാൻ അവിടെ നിന്ന് വിട്ടുപോയി. വീണ്ടും ഞാൻ KSRTC സ്റ്റാൻഡിലെത്തുക. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ പിറകുവശത്തൂടെ അന്നേരം വണ്ടി കയറുന്നത്. ആ ഭാഗത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടികൾ അന്നേരം ഓടാനുള്ളതല്ല. അവിടെ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇടുമ്പോഴാണ് വണ്ടി പോകാറായി എന്നുള്ളത്. അപ്പോൾ രാത്രിയിൽ ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടികളിലൊന്നിൽ ഞാൻ തുറന്ന് അകത്ത് കയറി പിറകിലത്തെ ആ നീളമുള്ള സീറ്റിൽ കിടന്നു. അന്നേരത്തെ ഈ ഷട്ടറൊക്കെ താത്തിയിരിക്കുകയല്ലേ, ഇരുട്ടുകൊണ്ട്. എന്താണേലും ഞാൻ അന്നേരത്തന്നെ ഉറങ്ങിപ്പോയി. രാത്രിയിൽ എപ്പോഴും എൻ്റെ കാലിൻ്റെ പുറംതൊടയിലൊരു ലാത്തി കൊണ്ടുള്ള ഒരു കഠിനമായ അടിയേറ്റാണ് ഞാൻ ഏൽക്കുന്നത്. അപ്പോൾ ഈ ബസ്സിൻ്റെ ഒരു ഷട്ടർ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അരണ്ട വെളിച്ചമുണ്ട്. അതിനകത്ത് അന്ന് കുറച്ച് നേരം മുമ്പ് രാത്രിയിൽ ഞാൻ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പം ലാത്തി ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന ആ പോലീസുകാരനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അയാളാണ് എനിക്ക് ഇട്ടയച്ചത്. അയാൾ എന്നെ പിടിച്ചേൽപ്പിച്ച് ഞാൻ കള്ളനാണ്, നീ എന്ത് ചെയ്യാണ് ഇവിടെ? അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നാൽ എനിക്ക് മംഗളത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ എൻ്റെ ഈ ബാഗ് മുഴുവനൂടെ അങ്ങ് കുടഞ്ഞിട്ടു. അപ്പോൾ അതിനകത്തുനിന്ന് എൻ്റെ കീറിയ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ കട്ടെടുത്തുകൊണ്ട് വന്ന പൈസയും അതുപോലെ തന്നെ എൻ്റെ നോവലുകളൊക്കെ അങ്ങ് ചെതറി വീണു. അത് ഈ പരീക്ഷാ പേപ്പറിൽ മടക്കി ഇങ്ങനെ വെച്ചാണ് ഈ 2 നോവലും രണ്ടെണ്ണം ഇങ്ങനെ 2 കെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പൈസ നീ എവിടെ നിന്ന് കട്ടതാന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്നൊക്കെ പറഞ്ഞു. അതിനകത്തുനിന്ന് ഒരു നോട്ടും കൂടി എടുത്തുകൊണ്ടാണ് അയാൾ അന്നേരം പോകുന്നത്. 50 രൂപയാണെന്ന് തോന്നുന്നു, അത് 100 എന്താണെങ്കിലും ഇദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇനി ഈ പരിസരത്ത് കണ്ടുപോയേക്കെന്ന് പറഞ്ഞു. എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും സ്പീഡിൽ നടന്ന് ഈ മംഗളം ഡയറക്ഷനിൽ തന്നെ പോരുക. അന്നേരം അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, ഒരു പാലത്തിനോട് അടുത്തായിട്ട്, നാഗമ്പടം തന്നെ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ചില ഭാഗങ്ങളുണ്ട്, ഇച്ചിരി കൂര പോലെ പുറം സൈഡിലിരിക്കുന്നത്. അതിനകത്ത് ഒരെണ്ണത്തിനടിയിൽ അതിൻ്റെ പുറം ഭാഗത്ത് കയറി കുത്തിയിരുന്ന് ഉറങ്ങാതെയോ ഉറങ്ങിയോ ഞാൻ നേരം വെളുപ്പിച്ചു. നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പല്ല് തേച്ചില്ല, മുഖം കഴുകിയില്ല, ഒന്നുമില്ല. നേരെ മംഗളത്തിലേക്ക് നടക്കുക. മംഗളത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആരും തുറന്നിട്ടൊന്നുമില്ലല്ലോ. തുറക്കുന്നവരെ കാത്തു നിന്നു. എന്നിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞ് അകത്ത് കയറി 1ാം നിലയിൽ ചെന്ന്, അന്നേരം ഇവരുടെ എഡിറ്ററാണെന്ന് എന്നോട് പറഞ്ഞു. എഡിറ്റർ എന്നുള്ള വാക്കായിരിക്കണം ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ ആ മുകളിലത്തെ നിലയിൽ ചെല്ലും. അതാരാണെന്നൊന്നും അന്ന് എനിക്കറിയത്തില്ല. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ രൂപം വെച്ച് എനിക്ക് മനസ്സിലായത് അത് MC വർഗീസ് ആയിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി അദ്ദേഹം എനിക്കൊരു ചായയും വടയും ഒക്കെ വരുത്തി തന്നു. എന്നിട്ട് ഇദ്ദേഹം ഇതിലൂടെ കുറേ നേരം ഇരുന്ന് വായിച്ച് 2ഉം എടുത്ത് നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുഴപ്പമില്ലാതെയാണ് മോൻ എഴുതിയിരിക്കുന്നത്, പക്ഷേ മോനിപ്പം വീട്ടിലേക്ക് ചെല്ല്, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്ക്, അന്നേരം കൂടുതൽ നന്നാവും. എന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി, ഇതുമായിട്ട് വരണ്ട, അന്നേരം നമുക്കതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അത് പാട്ട് നല്ലതാണ്, പക്ഷേ പാടരുതെന്ന് പറയുന്ന പോലെയല്ലേ. അപ്പം വലിയ സംഭവ സാധനമൊന്നും അല്ലെന്ന് എഴുതിയത്. അനുകരണം ഒരിക്കലും സ്വതസിദ്ധമായ ഒന്നിനോളം ആകുകയില്ല. ഫോട്ടോ കോപ്പി ഒരിക്കലും ഒറിജിനലിൻ്റെ അത്രയും നല്ലതല്ല. അപ്പോൾ അദ്ദേഹം
ഇതെനിക്ക് മടക്കി തന്നു. അതും ബാഗിലിട്ട് ഞാൻ സങ്കടപ്പെട്ട് എൻ്റെ ഈ പണമുണ്ടാക്കി തിരിച്ച് അമ്മയുടെ അടുക്കലേക്ക് പോകാമെന്നുള്ള ആ പ്രതീക്ഷയൊക്കെ ആ നിമിഷം നഷ്ടപ്പെട്ടു. അതൊക്കെ ബാഗിലിട്ട് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ പിന്നെ കോട്ടയം ഡയറക്ഷനിലേക്ക് പോയാലോ എന്ന് ഓർത്തു. പക്ഷേ ആ പോലീസുകാരൻ്റെ മുഖം ഓർത്തപ്പോഴേക്കും ഇനി അടി കിട്ടുമല്ലോ. അപ്പോൾ അയാൾ അന്ന് ബസ്സിൽ വെച്ച് തന്നെ എൻ്റെ ഈ നാഫി ചേർത്തൊന്ന് പിടിച്ചൊരു കുത്തുന്നുണ്ട് എന്നെ. അതൊക്കെ ഓർത്തപ്പോഴേക്കും എനിക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ അങ്ങ് പോയില്ല. പിന്നെ ഞാൻ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടന്ന് ആ മംഗളത്തിൻ്റെ ഓഫീസ് തൊട്ട് ഞാൻ ഏറ്റുമാനൂർ വരെ നടന്നു. ആ ഏറ്റുമാനൂർ വരെ നടന്നിട്ട് അപ്പം ഞാൻ ഈ ഓരോ മയിൽക്കുറ്റി എത്തുമ്പം ഏറ്റുമാനൂർ ഇത്ര നന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനങ്ങനെ കാണാറില്ല. അത് ഇനി വല്ലതും മൂടിപ്പോയതാണോ, വേറെ സംവിധാനം ഉണ്ടായിരിക്കും. ഇന്നത്തെ പോലെ ഈ സൈൻ ബോർഡുകളൊന്നും ഞാനന്ന് കണ്ടിട്ടില്ല. ഈ മയിൽക്കുറ്റികളിലാണ് ഈ അടുത്ത സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് എഴുതി വെക്കുക. ഏറ്റുമാനൂർ എത്തിയിട്ട് ഞാൻ ആ ടൗണിലൊന്നും നിന്നില്ല. നേരെ യാത്ര തുടർന്ന് ഈ കുറവിലങ്ങാട് ഡയറക്ഷനിൽ പോവുക, ഈ MC റോഡ് വഴി. അപ്പോൾ ഞാൻ ഈ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ എത്തി. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ദേഹം എല്ലാം തളർന്നു. ഉച്ചയൊക്കെ ആയിട്ടുണ്ട്, നല്ല ചൂടാണ്. ഏപ്രിൽ മാസമല്ലേ, ഏപ്രിലായിട്ടില്ല, മാർച്ച് ലാസ്റ്റ് ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിലിങ്ങനെ നിൽക്കുമ്പോഴേക്കും അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് പേരൂർക്ക് പോകുന്നൊരു വഴിയുണ്ട്. ആ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യത്തെ കട, അതിൻ്റെ പേര് ഷൈനി ഹോട്ടൽ എന്നായിരുന്നു. അതിൻ്റെ ക്യാഷ് കൗണ്ടറിൽ തന്നെ വയറിങ്ങനെ വീർപ്പിച്ച് തല കൊണ്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധനുണ്ടായിരുന്നു. അപ്പോൾ തല ഇങ്ങനെ ആടുന്നത്, ഇങ്ങനെ വാന്ന്. അപ്പോൾ എൻ്റെ വിശപ്പ് കൊണ്ട് ഷൈനി ഹോട്ടലിൽ നിന്ന് കണ്ടു, ബുദ്ധൻ്റെ വിളിയും കണ്ടു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാഗിനകത്ത് പൈസ ഉണ്ടല്ലോ. പോലീസുകാരൻ 100 രൂപ 50 രൂപ ഏതാണ്ട് എടുത്തിരിക്കുന്നത്, അല്ലാതെ മൊത്തം കൊണ്ടുപോയിട്ടില്ല. എൻ്റെ കയ്യിൽ പിന്നെയും പൈസയുണ്ട്. അപ്പോൾ എന്താണേലും എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്ക് ഈ കൗണ്ടറിലിരിക്കുന്ന ആളെന്നോട് ചോദിക്കുക, കിച്ചണിലേക്കുമായിട്ട് വന്നതല്ലേ എന്ന്. മറുപടിക്കൊന്നും സമയം കിട്ടിയില്ല. അയാൾ എന്നോട് പറഞ്ഞു, താഴെ നടയിറങ്ങി അടുക്കളയിലേക്ക് ചെല്ല്, അവിടെ ആ വാതിലൊരു ഉടുപ്പിട്ടിട്ടുണ്ട്, തുണിയൊക്കെ മാറി വെച്ച് അതെടുത്തിട്ടേച്ച് പെട്ടെന്ന് പണി തുടങ്ങിക്കോ, എത്ര ദിവസമായി നോക്കിയിരിക്കുന്നു. അപ്പോൾ 2 ദിവസമായിട്ടെങ്ങാണ്ട് അവരുടെ അവിടെ പാത്രം കഴുകുന്ന പയ്യൻ അവിടെ നിന്ന് പണിയിട്ടിട്ട് പോയിരുന്നു. ആരോടോ പറഞ്ഞ് ഒരാൾ അന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളാണ് ഞാനെന്ന് കരുതി വിശന്ന് എന്ന് എനിക്ക് അവരൊരു ജോലി ഇങ്ങ് തന്നു. അങ്ങനെ ഈ ജോലി പ്രതീക്ഷിച്ച് അവിടെ ഭക്ഷണം കഴിക്കാൻ ചെന്ന് ഞാൻ ആ വിശപ്പിൽ പാത്രം കഴുകാനായിട്ട്, അപ്പോൾ ഒരാൾ ഇട്ടിട്ട് എത്ര നാളിട്ടതാണെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു വസ്ത്രം, പാൻറ്റാണ് കേട്ടോ, എൻ്റെ ആദ്യത്തെ പാൻറ്റാണത്. അത് വേറെ ആരോ ഇട്ടിട്ട് ആ ഷൈനി ഹോട്ടലിൻ്റെ ഇങ്ങനെ നീളത്തിലുള്ള ബെഞ്ചുകൾ കടന്ന് പകുതി എത്തുമ്പോൾ വലതുവശത്തേക്ക് ഒരു വാതിലുണ്ട്. ആ വാതിലിറങ്ങുമ്പോൾ 3 നടയുണ്ട്. അത് കഴിഞ്ഞിച്ച് ഒരു വിശാലമായൊരു ഹാളാണ്. ഹാളിൻ്റെ അങ്ങേയറ്റത്തൊരു മുറിയുണ്ട്. ഈ ഹാളിൻ്റെ നടുക്കായിട്ട് 2 ചില്ലുകളുണ്ട്. ആ ചില്ലുകളിൽ നിന്ന് വരുന്ന വെയിലിൻ്റെ വെട്ടം കൊണ്ട് ആ ഇരുട്ട് കുറച്ച് കുറയും. പിന്നെ പുക പിടിച്ച് കിടക്കുന്ന ഒരു ഉരുണ്ട ബൾബുണ്ട്. അതിൽ നിന്ന് കത്തുന്ന കണ്ടാൽ പോലും വെളിച്ചം വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയല്ല, കഴുകിയെടുത്ത് വെക്കുന്നതായിരിക്കും ഉചിതം. ഇതും കഴിഞ്ഞ് അടുത്ത സൈഡിലാണ് കിച്ചൺ. ആ കിച്ചണിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വീർത്ത മനുഷ്യരാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. 2-3 പേരുണ്ട് അവിടെ, പലരും പലതൊക്കെ ചെയ്യുന്നത്. വലിയ കച്ചവടമുള്ളൊരു ഇതാണ്. അപ്പോൾ ആ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൽ അവിടെ ഒരു കിണറുണ്ട്. ഈ ഈ അരികൊക്കെ കെട്ടിപ്പൊക്കിയ കപ്പിയിട്ട ഒരു കിണർ. അതിൻ്റെ ചുറ്റും ഇങ്ങനെ പാത്രങ്ങൾ വന്ന് കിടക്കുക കഴുകാനായിട്ട്. വിശന്നിട്ട് കണ്ണ് കിടക്കുകയാണ്. അപ്പോൾ കഴിക്കാനുള്ള ഒന്നും തന്നില്ല. അവർ തന്ന ആരോ കുറേ നാൾ ഇട്ടിട്ട് ഉപേക്ഷിച്ചിരുന്ന ആ പാൻറ്റും, എൻ്റെ ആദ്യത്തെ പാൻറ്റും ആരുടെയോ ഷർട്ടും ഇട്ട് ഞാൻ ആ വിശപ്പിലും അവരുടെ പാത്രം കഴുകാൻ തുടങ്ങി. പാത്രങ്ങൾ ആ ഉച്ചയ്ക്ക് ആളുകൾ കഴിച്ചതിൻ്റെ പ്ലേറ്റുകൾ മുഴുവൻ കഴുകിക്കൂട്ടിയെന്ന് മാത്രമല്ല, അവരന്നും തലേ ദിവസമൊക്കെ ആയിട്ടുണ്ടാക്കിയ എല്ലാ വലിയ ചെരുവങ്ങളും മർമിറ്റുകളും എല്ലാം ഞാനിങ്ങനെ തേച്ച് കഴുകി കൂട്ടി വൈകുന്നേരം ആയപ്പോഴേക്കും ഉച്ചയ്ക്കത്തേതിൻ്റെയോ കാലത്തേതിൻ്റെയോ ഒക്കെ കുറേ മിച്ചങ്ങളെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലിട്ട് ഞാൻ അതങ്ങ് കഴിച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ ജോലിക്കാരനായി. ഒന്ന് കയറി മീശപ്പണിക്കിൻ്റെ ഇടവഴി ഇറങ്ങി ഞാൻ താഴെ ചെല്ലുമ്പോൾ അവിടെ അമ്മയുണ്ട്. ഞാൻ ആ വീടിൻ്റെ ഇപ്പുറത്ത് മുകളിലായിട്ടുള്ള ചെറിയ കപ്പിലാവിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയെന്ന് വിളിച്ചു. എൻ്റെ പൊന്നുമകനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഓടി വന്നിട്ട് എൻ്റെ കരണം ചേർത്തൊരു അടി തന്നിട്ട്
നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇത് ചെയ്യാൻ സാധിച്ചതെന്നൊരു ചോദ്യമാണ്.